എല്ലാ കൂട്ടുകാർക്കും നെഹ്ൽ വാദി മൂന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് അറബി ഭാഷയിൽ നമ്മൾ ചിലപ്പോൾ അന്ന എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. അന്ന എന്ന് എവിടെ പറയുക, അതാണ് നമ്മൾ പഠിക്കുന്നത്. അന്ന എന്ന് പറയുന്നതിനെ കുറിച്ച് അന്ന എവിടെ പറയും, അല്ലെങ്കിൽ മതാ യുഫ്തഹു ഇന്ന, ഇന്നയെ എപ്പോഴാണ് ഫത്തഹ് ചെയ്യുക, അല്ലെങ്കിൽ മതാ തുഫ്തഹു ഹംസത്തു അന്ന, അന്നയിലെ ഹംസനെ എപ്പോഴാണ് ഫത്തഹ് ചെയ്യുക എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പല തവണ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ചില നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ അന്നൻ്റെ ശേഷമുള്ള സെൻറ്റൻസിനെ മസ്ദറാക്കാൻ പറ്റുമോ. മസ്ദർ പറഞ്ഞാൽ ഏകദേശം നൗണാക്കുക എന്നർത്ഥം. ഉദാഹരണം, അന്നൻ്റെ ശേഷമുള്ള ഒരു സെൻറ്റൻസ്, അന്നക ഗഫൂറുൻ, നീ പൊറത്തു തരുന്നവനാണ്. അള്ളാഹുവിനോട് പറയാണ് അന്നക ഗഫൂർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗുഫ്റാനുക, നിന്റെ പൊറത്തു തരൽ എന്നാക്കിക്കൂടെ. അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയോട് പറഞ്ഞു അന്നക മുത്തിയുൻ, നീ അനുസരണ ഉള്ളവനാണ്. ഇനി നമുക്ക് ആ സെൻറ്റൻസിന് എന്താക്കി മാറ്റാം, നിന്റെ അനുസരണ ഇത്വാഅതുക എന്നാക്കി മാറ്റാം. അപ്പോൾ അന്നൻ്റെ ശേഷമുള്ള സെൻറ്റൻസിനെ മസ്ദറാക്കാൻ പറ്റുമോ. യു ആർ ഒബീഡിയൻറ്റ്, നീ അനുസരണയുള്ളവനാണ്. ഇനി നിന്റെ അനുസരണ, യുവർ ഒബീഡിയൻസ്. അപ്പോൾ അല്ലെങ്കിൽ അന്നൽ ഗുബാറ കസീറുൻ, ഒരു സെൻറ്റൻസാണ്, പൊടി ധാരാളമുണ്ട്, ഗുബാർ ധാരാളമുണ്ട്. ഈ സെൻറ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം, പൊടിയുടെ ആധിക്യം എന്ന് പറഞ്ഞൊരു നൗണ് അല്ലെങ്കിൽ ഒരു മസ്തറാക്കി മാറ്റിക്കൂടെ, കസറത്തുൽ ഗുബാർ എന്നാക്കി മാറ്റാം. അല്ലെങ്കിൽ നോക്കൂ, അന്നൽ ഖമറ ത്വാലിഉൻ, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ഈ സെൻറ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചന്ദ്രൻ്റെ ഉദയം എന്നാക്കിക്കൂടെ. ഉദിക്കുന്നതാണ് എന്ന വാക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ഉദയം എന്നാക്കാം. അപ്പോൾ അന്ന എന്ന് ഉച്ചരിക്കണമെങ്കിൽ അന്നയുടെ ശേഷം വരുന്ന വാക്യത്തെ ഒരു മസ്ദറാക്കാൻ പറ്റണം. നീ ഭംഗിയുള്ളവനാണ്, നിന്റെ ഭംഗി. നീ അനുസരണയുള്ളവനാണ്, നിന്റെ അനുസരണ എന്നാക്കി മാറ്റണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് മതാ തുഫ്തഹു ഹംസത്തു അന്ന, അന്നൻ്റെ ഹംസ എപ്പോഴാ ഫത്തഹ് ചെയ്യുക. ഒന്നാമത്തെ നിയമം നോക്കൂ, തുഫ്തഹു ഹംസത്തു അന്ന, അന്നനെ അന്നാന്നെ നമ്മൾ ഉച്ചരിക്കണം. എപ്പോ, ഇദാ ഹല്ലത്ത് ഹിയ വസ്മുഹ വ ഖബറുഹ, അന്നയുടെ ഇസ്മുൻ ഖബറും ഇറങ്ങിയാൽ, അഥവാ അന്നൻ്റെ ശേഷമുള്ള ഇസ്മിനി ഖബറിനെ നമുക്ക് ആക്കാൻ കഴിഞ്ഞാൽ, മഹല്ലൽ മസ്ദരി, ഒരു മസ്ദറിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ. ഉദാഹരണം, യസുറുനി അന്നക മുത്തിയൗൻ, നീ അനുസരണയുള്ളവനാണ് എന്നുള്ള കാര്യം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യസുറുനി അന്നക മുത്തിയു എന്ന് പറയാൻ കാരണം, ഈ അന്നക മുത്തിയു എന്നുള്ള സെൻറ്റൻസിനെ നമുക്ക് വ്യാഖ്യാനിച്ചിട്ട് ഇത്വാഅതുക, നിന്റെ അനുസരണ, അങ്ങനെ നമുക്കൊരു മസ്ദറാക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ മസ്ദറാക്കണ സംഭവം ഉണ്ടല്ലോ, ആ സംഭവം, അതിനാണ് മസ്ദർ മുഅവ്വൽ എന്ന് പറയാം. ഇങ്ങനെ നീ അനുസരണയുള്ളവനാണ് എന്നുള്ള വാക്യത്തെ നമ്മൾ എന്ത് ചെയ്തു, നിന്റെ അനുസരണ എന്നാക്കിയില്ല. ആ നിന്റെ അനുസരണ എന്നുള്ള സെൻറ്റൻസിനാണ് എന്ത് പറയുക, മസ്ദർ മുഅവ്വൽ, വ്യാഖ്യാനിച്ചുണ്ടാക്കിയ മസ്ദർ. നമ്മൾ ഉണ്ടാക്കിയ മസ്ദറാണല്ലോ. ഈ മസ്ദർ ചിലപ്പോൾ ഫായിലാകാം, മഫ്ഊലാകാം, നായിബ് ഫായിലാകാം, മജ്റൂറാകാം, എങ്ങനെയും വരാം. അപ്പോൾ ഉദാഹരണം നോക്കൂ. അപ്പോൾ നമുക്ക് ഈ കായിദ് കാണാതെ പഠിക്കുന്നത് ഇതോ നിർബന്ധം. ഈ ഒറ്റ ഫസ്റ്റ് സെൻറ്റൻസ് പഠിച്ചാൽ മതി. മത്താ തുഫ്തഹു ഹംസത്തു ഇന്ന, അന്നൻ്റെ ഇസ്മിനെ എപ്പോഴാണ്, പിന്നെ അന്നനെ എപ്പോഴാണ് നമ്മൾ ഫത്തഹ് ചെയ്യുക എന്നുള്ളതാണ്. ഇദാ ഹല്ലത്ത് ഹിയ, അതിറങ്ങിയാൽ, വസ്മുഹ, അതിൻ്റെ ഇസ്മി ഇറങ്ങിയാൽ, വ ഖബറുഹ, അതിൻ്റെ ഖബറിനെ നമുക്ക് ഇറക്കാൻ കഴിഞ്ഞാൽ, മഹല്ലൽ മസ്ദരി, മസ്ദറിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഒരു അന്നൻ്റെ ശേഷമുള്ള ഇസ്മിനി ഖബറിനെയും മസ്ദറാക്കാൻ കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ആ മസ്ദറായി വരുന്ന ആ സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിനെ ഫായിലാക്കാം. യകൂനുൽ മസ്ദറുൽ മുഅവ്വൽ, നമ്മൾ ഉണ്ടാക്കിയ സെൻറ്റൻസിനെ ആക്കാം ഫായിലാക്കാം, മഫ്ഊലാക്കാം, നായിബ് ഫായിലാക്കാം, ജാർ മജ്റൂറാക്കാം എന്നൊക്കെയാണ് അടുത്ത സെൻറ്റൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കി നോക്കാം. അടുത്ത ചാപ്റ്റർ പഠിച്ചു നോക്കാം.
ഇനി നമ്മൾ പഠിക്കുന്നത് അൻ എന്ന മസ്ദരിയായ ഒരു ഹർഫാണ്. അൻ, നിങ്ങൾ അറബിയിൽ അന്ന് കേട്ടിട്ടില്ലേ? അൻ ആകാൻ എന്നാണ് ശരിക്കർത്ഥം. ഐ എഫ് അല ചെയ്യാൻ, ഐ എജ്ലിസ ഇരിക്കാൻ, അതാണ് അൻ അല്ലേ? ഈ അന്നുണ്ടല്ലോ സാധാരണ കേൾക്കണേ. അൻ യഖ്റഅ ഓതാൻ, അൻ യനാമ ഉറങ്ങാൻ. ഈ അന്നിന് എന്താ പറയാ? മസ്ദറിൻ്റെ അന്ന പറയാം. അതാണ് നോക്കൂ, അൻ എന്ന വാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്നെ പഠിച്ചത്. ഈ അൻ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കണം. അൻ എന്നുള്ളത് ആരാണ്? ഹർഫുൻ മസ്ദരിയുൻ. അത് മസ്ദരിയായ ഒരു ഹർഫാണ്. എന്തുകൊണ്ടാണ് അൻ എന്നതിനെ മസ്ദരിയായ ഹർഫാക്കാൻ കാരണം? അന്നിൻ്റെ ശേഷം വരുന്നൊരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിനെ മസ്ദറാക്കാൻ പറ്റും. ഉദാഹരണം, അൻ തഖൂല, നീ പറയൽ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഖൗലുക എന്നാക്കി കൂടെ. അൻ തസ്ദുഖ, നീ സത്യം പറയൽ. അതിൻ്റെ ഷോർട്ടാക്കിയിട്ട് എന്താക്കുക? മസ്ദറാക്കുക. സിദ്ഖുക, നിൻ്റെ സത്യം. അൻ തജ്ലിസ, നീ ഇരിക്കൽ. ഞാൻ നമുക്ക് എന്ത് ചെയ്യാം? നിൻ്റെ ഇരുത്തെന്ന് ഷോർട്ടാക്കി കൂടെ, അതിനെ മസ്ദറാക്കാം. മസ്ദറാക്കുമ്പോൾ ഷോർട്ടാക്കുക ചെയ്യുക. അൻ തജ്ലിസ, നീ ഇരിക്കൽ. അതിനെ ഇങ്ങനെ ഷോർട്ടാക്കുക. ജുലൂസുക, നിൻ്റെ ഇരുത്തം. അൻ തഖൂമ, നീ നിൽക്കൽ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഖിയാമുക, നിൻ്റെ നൃത്തം. ഇങ്ങനെ ആക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അൻ എന്നുള്ളത് ഹർഫു മസ്ദരിയാണെന്ന് പറയുന്നത്. അൻ യനാമ, നീ ഉറങ്ങൽ. നൗമുക, അങ്ങനാക്കാൻ നോക്കൂ. അൻ എന്നത് ഹർഫുൻ മസ്ദരിയുൻ, മസ്ദരിയായ ഒരു അക്ഷരമാണ്. എന്തുകൊണ്ടാണ് അന്നിനെ മസ്ദരിയായ അക്ഷരം എന്ന് പറയാൻ കാരണം? യു അവ്വലു, നമുക്ക് വ്യാഖ്യാനിക്കാം, ഷോർട്ടാക്കാം. ഹുവ വൽ ഫീലുല്ലദി ബഅദഹു, അന്നിന് ശേഷമുള്ള മൊത്തം ഫീലിനെ നമുക്ക് ഷോർട്ടാക്കാം. എന്താക്കി ഷോർട്ടാക്കാം? ബി മസ്ദരി, മസ്ദറാക്കാം. ഇപ്പം ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ ടു ഈറ്റ്, തിന്നാൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈറ്റിംഗ്, തീറ്റ. ടു സ്റ്റഡി, പഠിക്കാൻ. അതിനെന്താക്കാം? സ്റ്റഡിയിങ്, അതിന് ചേർക്കാലോ. അത് അങ്ങനെ മാതിരി മസ്ദറാക്കുക എന്ന് പറയാം. ഇനി ഈ മസ്ദർ മുഅവ്വലുണ്ടല്ലോ, ഇപ്പോൾ സിദ്ഖുക, ഖൗലുക എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അത് ഖദ് യകൂനു, ചിലപ്പോൾ ആകും. അൽ മസ്ദർ മുഅവ്വലു മിൻ അൻ വൽ ഫീൽ, നമ്മൾ അന്നിന് ശേഷമുള്ള ഫീലിനെ വ്യാഖ്യാനിച്ച് കിട്ടിയ ആ സംഭവത്തെ, അത് ആ മസ്ദറിനെ നമുക്ക് ആക്കാം. എന്താക്കാം? ഫായിലാക്കാം, നായിബ് ഫായിലാക്കാം, മുബ്തദാക്കാം, ഖബറാക്കാം, മഫ്ഊലുൻ ബിഹി ആക്കാം, ജാർ മജ്റൂർ ഒക്കെ ആക്കി മാറ്റാം. ഏതിനെ പോയി ജാർ മജ്റൂർ ആക്കാൻ പറ്റിയത്? അൻ തസ്ദുഖ എന്നുള്ളതിനെ നമ്മൾ സിദ്ഖുക എന്നാക്കിയില്ലേ? അൻ തജ്ലിസ എന്നുള്ളതിനെ ജുലൂസുക എന്നാക്കി. അപ്പോൾ പിന്നെ റഅയ്തു, ഞാൻ കണ്ടു. ജുലൂസക, നിൻ്റെ ഇരുത്തം. സിദ്ഖുക, അലിംതു, ഞാൻ അറിഞ്ഞു. സിദ്ഖുക, നിൻ്റെ സത്യസന്ധതയെ. അടക്കം മഫ്ഊലായി അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് എന്താക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും? അപ്പം അൻ എന്നുള്ളതും എന്താണ്? മസ്ദറാക്കാൻ പറ്റിയ ഒരു ഹർഫാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യുക? നമ്മൾ ഹർഫുൻ മസ്ദരിയിൽ നിന്ന് പറയാൻ പറ്റും.